അഡ്രീനൽ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളേവ? ഉത്തരം അഡ്രിനാലിൻ, കോർട്ടിസോൾ, ഈസ്ട്രജൻ, നോർ അഡ്രിനാലിൻ, ആൻഡ്രജൻ, അൽഡോസ്റ്റിറോൺ. അഡ്രിനാലിൻ, കോർട്ടിസോൾ, ഈസ്ട്രജൻ, നോർ അഡ്രിനാലിൻ, ആൻഡ്രജൻ, അൽഡോസ്റ്റിറോൺ എന്നിവയാണ് അഡ്രീനൽ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം അൽഡോസ്റ്റിറോൺ. അൽഡോസ്റ്റിറോൺ ആണ് മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ. ശരീരത്തിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന അഥവാ സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം അൽഡോസ്റ്റിറോൺ. അൽഡോസ്റ്റിറോൺ ആണ് ശരീരത്തിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന അഥവാ സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ. തൈറോയ്ഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളേവ? ഉത്തരം തൈറോക്സിൻ, കാൽസിറ്റോണിൻ. തൈറോക്സിൻ, കാൽസിറ്റോണിൻ എന്നിവയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. തൈറോക്സിൻ്റെ ഉത്പാദനത്തിന് ആവശ്യമായ മൂലകമേത്? ഉത്തരം അയഡിൻ. അയഡിനാണ് തൈറോക്സിൻ്റെ ഉത്പാദനത്തിന് ആവശ്യമായ മൂലകം. തൈറോക്സിൻ്റെ ഉത്പാദന കുറവ് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെട്ടിനിസം. ക്രെട്ടിനിസം എന്നാൽ തൈറോക്സിൻ്റെ ഉത്പാദന കുറവ് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ്. തൈറോക്സിൻ്റെ ഉത്പാദന കുറവ് മൂലം മുതിർന്നവർക്കുണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. മിക്സഡിമ എന്നാൽ തൈറോക്സിൻ്റെ ഉത്പാദന കുറവ് മൂലം മുതിർന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ്. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഉപയോഗങ്ങൾ: വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ ആയി ഉപയോഗിക്കുന്നു. വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നതും സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നതും കോൺവെക്സ് ദർപ്പണമാണ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം അഡ്ഹീഷൻ. അഡ്ഹീഷൻ എന്നാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കൊഹീഷൻ. കൊഹീഷൻ എന്നാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന കണമേത്? ഉത്തരം പ്രോട്ടോൺ. പ്രോട്ടോൺ ആണ് ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന കണം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് അകത്ത് സ്ഥിതി ചെയ്യുന്ന പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് എന്തു പറയുന്നു? ഉത്തരം ന്യൂക്ലിയോണുകൾ. ന്യൂക്ലിയോണുകൾ എന്നാൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് സ്ഥിതി ചെയ്യുന്ന പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് പറയുന്ന പേരാണ്. ഇന്ത്യൻ നൊബേൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം. ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരമാണ് ഇന്ത്യൻ നൊബേൽ പ്രൈസ് എന്നറിയപ്പെടുന്നത്.